ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററി രണ്ടാം ഭാഗം BBC സംപ്രേഷണം ചെയ്തു. ഇന്ന് പുലർച്ചെ 2:30 മണിയോടെയായിരുന്നു സംപ്രേഷണം. 2019 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളും രണ്ടാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം രാജ്യത്ത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BBC രണ്ടാം ഭാഗം സംപ്രേഷണം ചെയ്തത്. ഈ ഡോക്യുമെന്ററി പ്രദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും വീണ്ടും പുതിയ തരത്തിലുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. BBC ഡോക്യുമെന്ററിയെ വിമർശിച്ച KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ അനിൽ ആന്റണിക്കെതിരെ കോൺഗ്രസിൽ എതിർപ്പ് ശക്തമായി. പാർട്ടി നിലപാടല്ലെന്ന് നേതാക്കൾ തിരുത്തിയിട്ടും അനിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് എതിർപ്പിന് കാരണമായിരിക്കുന്നത്. അനിലിനെ പുറത്താക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകനെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ നേതാക്കൾ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. അനിൽ ഉൾപ്പെട്ട സമിതിയുടെ കാലാവധി തീർന്നതാണെന്നാണ് നേതാക്കളുടെ വാദം. ഒരുപക്ഷെ അനിലിനെ മാറ്റി കമ്മിറ്റി ഉടൻ തന്നെ പുനഃസംഘടിപ്പിച്ചേക്കും.